എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ +1 പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഒപ്പം തന്നെ ഞാൻ ആരി വർക്കുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബേസിക് ആയിട്ടുള്ള ആരി വർക്ക് കോഴ്സിനെ പറ്റിയും അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ബേസിക് ആയിട്ടുള്ള ആരി വർക്ക് കോഴ്സ് എന്ന് പറയുമ്പോൾ 2 month ആണ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അതിനോട് നമുക്കൊരു ഇഷ്ടമുണ്ടെങ്കിൽ 2 മാസം കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ദിവസം നമ്മൾ 1 hour എങ്കിലും മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എന്നാലാണ് നമ്മുടെ കൈക്കൊരു വഴക്കം വരുള്ളൂ. ഇനി ഞാൻ പറയുന്നത് ഫ്രെയിമുകളെ പറ്റിയാണ്. ഫ്രെയിം എന്ന് പറയും, ഫ്രെയിമുകളിൽ കുറച്ചും കൂടി എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ട് തോന്നിയത് ഈ ഫ്രെയിമാണ്. കുറച്ചും കൂടി ഇരുന്ന് ഈസി ആയിട്ട് അധികം സ്ട്രെയിൻ കൊടുക്കാണ്ട് ചെയ്യാൻ പറ്റുന്ന ഫ്രെയിം ഇതായിരിക്കും. നേരത്തെ എന്നൊക്കെ പറയുമ്പോൾ തടി കൊണ്ടുള്ള ഫ്രെയിമുകളായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പിക്ചർ ഞാനിവിടെ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. ഇങ്ങനത്തെ ഫ്രെയിമായിരിക്കും കുറച്ചും കൂടി നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി. പിന്നെ ഈ ഫ്രെയിമിന് 24 ക്ലിപ്പുകൾ കിട്ടും നമുക്ക് തുണി സെക്യൂർ ചെയ്ത് വെക്കാൻ വേണ്ടി. നേരത്തെ ഒക്കെ ഇങ്ങനത്തെ ഫ്രെയിമുകളായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്, ഇപ്പോഴും ഉണ്ട്. ഞാൻ ഈ ഫ്രെയിം ഒട്ടും ഓപ്റ്റ് ചെയ്യില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രെയിം എന്ന് പറയുന്നത് നമ്മൾ കണ്ണിന് കുറേ സ്ട്രെയിൻ കൊടുത്ത് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് നടുവേദന നന്നായിട്ടുണ്ടാവും. ഈ ഫ്രെയിമിൽ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് എംബ്രോയ്ഡറി അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ ഫസ്റ്റ് കാണിച്ചിരുന്ന ഫ്രെയിമിലത്തെ ക്ലിപ്പുകളാണിത്. 24 എണ്ണം ആയിരിക്കും കിട്ടുക. ഇത് 2 ബോക്സിലായിട്ടായിരിക്കും കിട്ടുക. 12 എണ്ണം 12 എണ്ണം വെച്ച് അങ്ങനെയായിരിക്കും നമുക്കിത് കിട്ടുക. ഇത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ക്ലിപ്പാണ്. നമുക്ക് പൊട്ടിപ്പോകുന്നൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്ലിപ്പാണ് കേട്ടോ. ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നീഡിൽസ് ആണ്. നീഡിൽസ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള നീഡിലുകളുണ്ട്. ഈ നീഡിലാണ് ബീഡ്സൊക്കെ ലോഡ് ചെയ്യാൻ എടുക്കാറ്. ഇതിന് പറയുന്നത് സർദോസി നീഡിൽ എന്നാണ്. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര തിന്നായിട്ടുള്ള സൂചിയാണ് ഇതിൽ വരുന്നത്. അത് കാരണം പെട്ടെന്ന് ഓടിയാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ വളയാനും ചാൻസ് കൂടുതലാണ്. നേരത്തെ കാണിച്ചെന്ന പോലെ തന്നെ നീഡിലാണ്. ഇതിൻ്റെ പേര് വുഡൻ ഹാൻഡിൽ എന്നാണ്. ഇതിൽ നമുക്ക് ബീഡ്സ് ലോഡ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും തിന്നായിട്ടുള്ള സൂചിയാണ് വരുന്നത്. അത് കാരണം വളയാനും ഒടിയാനും ചാൻസ് കൂടുതലാണ്. ഈ നീഡിലാണ് ത്രെഡ് വർക്കൊക്കെ ചെയ്യാൻ എടുക്കാറ്. ഇതിൻ്റെ മേൽഭാഗം എന്ന് പറയുന്നത് കുറച്ചും കൂടി സ്ട്രോങ് ആണ് നേരത്തെ നീഡിലിനേക്കാളും. ഇത് ത്രെഡ് വർക്കൊക്കെ ചെയ്യാൻ നല്ലൊരു നീഡിലാണ്. അടുത്തായി കാണിക്കുന്നത് ട്യൂലിപ്പ് നീഡിൽസ് ആണ്. ഇതിൽ 2 സൈസുള്ളതാണ് എൻ്റെ കയ്യിലുള്ളത്, 14ഉം 24ഉം. ഇതിൻ്റെ പല സൈസിലുള്ളത് അവൈലബിൾ ആണ് ഷോപ്പുകളിലൊക്കെ. അപ്പോൾ കൂടുതൽ ആൾക്കാർ 24ഉം 14 സൈസാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ഇതിൻ്റെ 23 സൈസുള്ളതും ഉണ്ടാവും, പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ 24 ആണ്. ചെയ്യാനും കുറച്ചും കൂടി ഈസി 24 ആണ്. 23 അധികം ഞാൻ വാങ്ങിക്കുന്നതും ആൾക്കാർ യൂസ് ചെയ്യുന്നതും കണ്ടിട്ടില്ല. അതിനേക്കാളും കുറച്ചും കൂടി നല്ലത് 24ഉം 14 ആണ് ഞാൻ സജസ്റ്റ് ചെയ്യാം. ഇവിടെ ഞാൻ നീഡിൽ നൂല് ചുറ്റാൻ പോവാണ്. നൂല് ചുറ്റാന്ന് പറയുമ്പോൾ നോർമലി നീഡിൽ പിടിക്കുമ്പോൾ നമുക്ക് കൈക്ക് വേദന എടുക്കാൻ ചാൻസ് കൂടുതലാണ്. അതിന് പകരം നീഡിൽ നൂല് ചുറ്റിയിട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ കൈക്ക് അത്രയും വേദന കുറയും. നിങ്ങൾക്ക് ഇവിടെ പലതരത്തിലുള്ള നൂലുകൾ എടുക്കാം. ഞാനിവിടെ എംബ്രോയ്ഡറി നൂലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ പൈപ്പിംഗ് നൂലോ അതുപോലെ തന്നെ ചാക്കിൻ്റെ നൂലോ അങ്ങനെ പലതരത്തിലുള്ള നൂലുകൾ എടുക്കാം. സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഗ്ലൂ തേച്ച് കൊടുക്കണം, എന്നാലാണ് ത്രെഡ് സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. ഇതാണ് ത്രെഡ് ചുറ്റിയ ശേഷമുള്ള വീഡിയോ. ഈ ത്രെഡിൻ്റെ പേര് സെറി ത്രെഡ് എന്നാണ്. ഇതിൻ്റെ പല കളർ ഡിഫറൻസ് നമുക്ക് ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. കോപ്പർ, സിൽവർ, ഗോൾഡ്, ലൈറ്റ് ഗോൾഡ് കളർ അങ്ങനെ പല നിറങ്ങളും നമുക്ക് അവൈലബിൾ ആണ് ഷോപ്പുകളിൽ. അതിൻ്റെ ഒരു പിക്ചറും കൂടി ഞാൻ നിങ്ങൾക്ക് ഇവിടെ ആഡ് ഓൺ ചെയ്യാം. സിൽക്ക് ത്രെഡാണിത്. സിൽക്ക് ത്രെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരി വർക്കിന് എടുക്കും, അതേപോലെ തന്നെ മിഷൻ എംബ്രോയ്ഡറിക്ക് എടുക്കും. നമ്മൾ നോർമൽ ചെയ്യുന്ന എംബ്രോയ്ഡറി അല്ല, മിഷൻ എംബ്രോയ്ഡറി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ നൂല് ഭയങ്കര നൈസായിട്ടുള്ള നൂലാണ്. അത് കാരണം പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. ഈ നൂലെന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുന്ന നൂലാണ്. ഇത് നമ്മൾ ബീഡ്സ് വർക്കിനാണ് ഈ നൂല് നമ്മൾ യൂസ് ചെയ്യാറ്. അടുത്തായി കാണിക്കുന്നത് ഗ്ലൂ ആണ്. ഗ്ലൂ എന്ന് പറയുമ്പോൾ സ്റ്റോൺസ് ഒക്കെ ഒട്ടിക്കാൻ എനിക്ക് പേഴ്സണലി ബെസ്റ്റ് ആയിട്ട് തോന്നിയത് B7000 ഗ്ലൂ ആണ്. അതുപോലെ തന്നെ ഫാബ്രിക് ഗ്ലൂ ആണ്. ഫാബ്രിക് ഗ്ലൂവും അത്യാവശ്യം നല്ലതാണ്. അതേപോലെ തന്നെ B7000 ഗ്ലൂവും നല്ലതാണ്. ഞാനിവിടെ കൂടുതലും B7000 ഗ്ലൂ ആണ് കൂടുതൽ എടുക്കാറുള്ളത്. എൻ്റെ ഓൾമോസ്റ്റ് ഒരെണ്ണം ഫിനിഷ് ചെയ്തതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അടുത്തത് ഞാൻ കാണിക്കുന്നത് സ്കെയിലാണ്. സർക്കിൾ ഷേപ്പുള്ള സ്കെയിലാണ്. ഇതിൽ പല സൈസുകളായിട്ടാണ് ഈ സ്കെയിൽ കൊടുത്തിട്ടുള്ളത്. അത് കാരണം നമുക്ക് പല സൈസിലുള്ളത് വരച്ചെടുക്കാൻ പറ്റും. അടുത്തായി കാണിക്കുന്നത് ഡ്രസ്സിൽ ചെയ്യാൻ എടുക്കുന്ന പെന്നും പെൻസിലുകളും ഒക്കെയാണ്. പെന്നെന്ന് പറയുമ്പോൾ ഇപ്പോൾ വരച്ച് തെറ്റിപ്പോയാൽ തന്നെ നമുക്ക് അയൺ ബോക്സ് കൊണ്ട് നമുക്ക് മാച്ചാലും പെട്ടെന്ന് മായും. അതേപോലെ തന്നെ പെൻസിലും അങ്ങനെ തന്നെയാണ്, പക്ഷേ പെന്ന് പെട്ടെന്ന് തീരാൻ ചാൻസ് കൂടുതലാണ്. ഈ പെൻസിൽ എന്ന് പറയുമ്പോൾ വരച്ച് തെറ്റിയാലും അയൺ ബോക്സ് കൊണ്ട് മാച്ചാലും പെട്ടെന്ന് മായും. അടുത്തായി കാണിക്കുന്ന പെൻസിൽ അങ്ങനെ മായില്ല, അയൺ ബോക്സ് കൊണ്ട് മാച്ചാലും മായില്ല, അതേപോലെ തന്നെ കിടക്കും. അത് കാരണം ആ പെൻസിൽ അധികം വാങ്ങിക്കേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. പെട്ടെന്ന് മായുന്ന പെൻസിലായിരിക്കും കുറച്ചും കൂടി നല്ലത്. സർദോസിയാണ് ഞാൻ കാണിക്കുന്നത്. സർദോസിയുടെ 2 കളർ ചേഞ്ചാണ് എൻ്റെ കയ്യിലുള്ളത്. സർദോസി വലിച്ചാൽ പെട്ടെന്ന് നീണ്ടു പോകാൻ ചാൻസ് കൂടുതലാണ്. നീണ്ട പിന്നെ നമുക്കതിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല.
അടുത്തായി കാണിക്കുന്നത് കട്ട് ബീഡ്സ് ആണ്. ഇതിനെ പറയുന്നത് മൈക്രോ ബീഡ്സ് എന്നാണ്. ഇത് അത്രയും ചെറിയ ബീഡ്സ് ആയ കാരണമാണ് ഇതിന് മൈക്രോ ബീഡ്സ് എന്ന് പറയുന്നത്. കട്ട് ബീഡ്സിൻ്റെ പല തരങ്ങളുണ്ട്. ട്യൂബ് ബീഡ്സ്, അങ്ങനെ തന്നെ പല പേരുകളിലുള്ള ബീഡ്സുകളുണ്ട്. ഞാനിവിടെ കാണിക്കുന്നത് കട്ട് ബീഡ്സും ട്യൂബ് ബീഡ്സ് ആണ്. ഇതാണ് ട്യൂബ് ബീഡ്സ്. ട്യൂബ് ബീഡ്സിൻ്റെ പല കളർ ചേഞ്ചുകളുണ്ട്. എൻ്റെ കയ്യിലുള്ളതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ട്യൂബ് ബീഡ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് നീളം കൂടുതലായിരിക്കും, അത് കാരണമാണ് ട്യൂബ് ബീഡ്സ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഒരു വൈറ്റ് ആണ് എടുത്ത് നിങ്ങൾക്ക് കാണിക്കുന്നത്. അടുത്തായി കാണിക്കാൻ പോകുന്നത് ഷുഗർ ബീഡ്സ് ആണ്. ഷുഗർ ബീഡ്സിൻ്റെ പല കളർ ചേഞ്ചുകളാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. ഇതിനേക്കാളും കൂടുതൽ കളർ ചേഞ്ചുകൾ ഷോപ്പുകളിൽ അവൈലബിൾ ആയിരിക്കും. എൻ്റെ കയ്യിലുള്ള ബീഡ്സുകളാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാൻ ഗ്രീൻ കാണിക്കുന്നത്, ബ്ലൂ, അങ്ങനെ പല കളറുകളും ഉണ്ടാകും. കൂടുതലും ഗോൾഡൻ കളറുകളാണ് ബ്ലൗസിന് ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു പിക്ചറും കൂടി ഞാൻ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും ഷുഗർ ബീഡ്സ് എന്ന് പറഞ്ഞാൽ. അടുത്തായി ഞാൻ കാണിക്കുന്നത് ഹാഫ് ബീഡ്സുകളാണ്. ഹാഫ് ബീഡ്സ് എന്ന് പറഞ്ഞാൽ മുത്തിൻ്റെ പകുതി എന്നാണ്. ഇതിനേക്കാളും കൂടുതൽ കളേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ബ്ലൂ, റെഡ്, അത് തന്നെ പിങ്ക്, അങ്ങനെയാണ്. ഈ ഫോണിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത് അത്ര പിങ്ക് ആയിട്ട് തോന്നുന്നുണ്ടാവില്ല. അടുത്ത ഞാൻ മിക്സഡ് കളറായിട്ട് റെയിൻബോ ഷെയ്ഡ് വരുന്ന ഒരു കളറാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇങ്ങനെ പല കളേഴ്സും ഷോപ്പുകളിൽ കിട്ടും. അടുത്തായി ഞാൻ കാണിക്കാൻ പോകുന്നത് റെഡ് ഫ്ലവർ സ്റ്റോൺ ആണ്. അടുത്തായി ഞാൻ കാണിക്കാൻ പോകുന്നത് സ്റ്റോണുകളാണ്. റൗണ്ട് ഷേപ്പുള്ള സ്റ്റോണും ഡ്രോപ്പ് ഷേപ്പുള്ള സ്റ്റോണും, ഇതേപോലെ തന്നെ പല കളർ ചേഞ്ചുള്ള സ്റ്റോണുകൾ കിട്ടും. അതേപോലെ തന്നെ പല ഷേപ്പുള്ളതും കിട്ടും. ഞാനിവിടെ ഡ്രോപ്പ് ഷേപ്പുള്ളത് നിങ്ങൾക്കൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാണ്. അടുത്തായി ഞാൻ കാണിക്കുന്നത് ബീഡ്സ് ആണ്. ഇങ്ങനെ മാല പോലെയായിട്ടായിരിക്കും ബീഡ്സ് കിട്ടുക. ഇതിൻ്റെ പല കളർ ചേഞ്ചുകളായിട്ട് കിട്ടും. ഇത് ഇങ്ങനെ മാലയായിട്ട് തന്നെയല്ല, ബോക്സിലായിട്ടും കിട്ടും. അടുത്തായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പലതരത്തിലുള്ള കുന്തൻ സ്റ്റോണുകളാണ്. റൗണ്ട് ഷേപ്പുള്ള കുന്തൻ സ്റ്റോണ്, അതേപോലെ തന്നെ സ്ക്വയർ ഷേപ്പുള്ള കുന്തൻ സ്റ്റോണ്, ഐ ഷേപ്പുള്ള കുന്തൻ സ്റ്റോണ്, ഡ്രോപ്പ് ഷേപ്പുള്ള കുന്തൻ സ്റ്റോണ്, അങ്ങനെ പല ഷേപ്പിലും പല കളറുകളിലും അവൈലബിൾ ആണ് ഷോപ്പിൽ. ഞാനിതൊരു ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുന്തൻ സ്റ്റോണുകളാണ്. പല ഷേപ്പുകളിലുള്ള കുന്തൻ സ്റ്റോൺസാണ് ഞാൻ കാണിച്ചു തരുന്നത്. കുറേ എണ്ണം ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് ബോറടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇത് ഗ്രീൻ കുന്തൻ സ്റ്റോൺ ആണ്. അതേപോലെ തന്നെ ചെറിയ പിങ്ക് കുന്തൻ സ്റ്റോൺ ആണ്. ഞാൻ റൗണ്ട് ഷേപ്പ് ഉള്ളതാണ് കാണിച്ചിരുന്നത്. ഇത് ഡ്രോപ്പ് കുന്തൻ സ്റ്റോൺ, അത് നിങ്ങൾക്ക് ഞാൻ എടുത്ത് കാണിച്ചിരുന്നുണ്ട്. ബ്ലൂ കളറാണിത്. അടുത്തായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് സീക്വൻസുകളാണ്. സീക്വൻസിൻ്റെ പല കളർ ചേഞ്ചുകളും ഉണ്ട്. റെഡ്, ഗ്രീന്, യെല്ലോ, സിൽവർ, ഇങ്ങനെ പല കളർ ചേഞ്ചുകളും ഷോപ്പുകളിലും അവൈലബിൾ ആണ്. എൻ്റെ കയ്യിലുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അടുത്തായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സ്റ്റോൺ ചെയിൻ ആണ്. സ്റ്റോൺ ചെയിൻ എന്ന് പറയുമ്പോൾ ഗോൾഡ് കളറും വൈറ്റ് കളറും ഉണ്ടാവും. വൈറ്റ് കളറാണ് ഞാൻ കൂടുതലും ബ്ലൗസുകളിലൊക്കെ വെച്ച് കണ്ടിട്ടുള്ളത്. വൈറ്റ് കളർ എന്ന് പറയുമ്പോൾ ഈ സ്റ്റോണിൻ്റെ അവിടെ വൈറ്റ് കളറായിട്ടായിരിക്കും, ഇതിപ്പോൾ ഗോൾഡ് കളറായിട്ടായിരിക്കും. അതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. വൈറ്റാണ് കൂടുതലും ഞാൻ വെച്ച് കണ്ടിട്ടുള്ളത്. വൈറ്റും ഇങ്ങനെ തന്നെയായിരിക്കും. അടുത്തതായി കാണിച്ചു തരാൻ പോകുന്നത് ചക്രയാണ്. ഇതിന് ചക്രീൻ തന്നെയാണെന്ന് തോന്നുന്നു എല്ലായിടത്തും പറയാറ്. ഇതിന് ചക്രി എന്ന് പറയാൻ കാരണം ചക്രം ഷേപ്പ് ആയ കാരണമാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു സ്റ്റോണും കിട്ടും. അതിനെ പറയുന്നതാണ് ജർക്കൻ സ്റ്റോൺ എന്ന്. ഇതിനെ പറയുന്ന പേര് ലക്ഷ്മി കോയിൻ എന്നാണ്. ലക്ഷ്മി കോയിൻ ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവാൻ വേണ്ടി ഡീറ്റെയിൽ ആയിട്ട്. അടുത്തായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പല സൈസിലുള്ള ബീഡ്സുകളാണ്. 2mm ബീഡ്സും 1.5mm ബീഡ്സും, അതുപോലെ തന്നെ പല സൈസുകളിലുള്ള ബീഡ്സുകൾ അവൈലബിൾ ആണ് ഷോപ്പുകളിൽ. ഞാൻ 3mmൻ്റെയും 4mmൻ്റെയും ഒരുമിച്ചിട്ടിട്ടാണ് കാണിച്ചു തരുന്നത്. അടുത്തത് ഞാൻ കാണിച്ചു തരുന്നത് വീറ്റ് ബീഡ്സ് എന്നാണ്. ഇതിന് നമ്മൾ റൈസ് ബീഡ്സ് എന്നും പറയും, കൂടുതലും വീറ്റ് ബീഡ്സ് എന്നാണ് പറയാറ്. ഇതിനെ പറയുന്നത് ഡ്രോപ്പ് ബീഡ്സ് എന്നാണ്. ഇത് ബീഡ്സ് പൗച്ചാണ്. ബീഡ്സുകൾ ഇട്ട് വെച്ച് സൂചിയിൽ കോർത്തെടുക്കാൻ പറ്റും. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പൗച്ചാണ്. മുത്തുകളൊന്നും പെട്ടെന്ന് അങ്ങനെ നിലത്തേക്കൊന്നും പോവില്ല. നമുക്ക് ഇതിൽ നിന്ന് തന്നെ എളുപ്പം കോർത്തെടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പൗച്ചാണ്. നിങ്ങൾക്ക് ഇങ്ങനെ പൗച്ച് അല്ലെങ്കിൽ തന്നെ വേറെയും അവൈലബിൾ ആണ് കിട്ടാൻ. പറയുന്നതാണ് ഗ്ലൂ പെൻ. സ്റ്റോണുകളൊക്കെ കുത്തിയെടുക്കാൻ നമുക്ക് എളുപ്പത്തിന്. നമ്മുടെ കയ്യിലപ്പോൾ പശയാവില്ല. ഇതൊരു റോളാണ്. ഇതിനെ പറയുന്നത് സീക്വൻസ് ലേസ് റോൾ എന്നാണ്. ഇതിങ്ങനെ റോളായിട്ടാണ് നമുക്ക് കിട്ടുക. ഇത് അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്താൽ മതി. നേരത്തെ കാണിച്ചിരുന്ന സീക്വൻസ് ആണെങ്കിൽ നമുക്കൊരു പാക്കറ്റായിട്ടാണ് കിട്ടുക. ഇത് വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇത് പൊട്ടിപ്പോകുന്നു അങ്ങനെ നമുക്ക് പേടിക്കണം. നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ എടുത്താൽ മതി. അടുത്ത കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് മിററുകളാണ്. പല ഷേപ്പിലുള്ള മിററുകൾ. അടുത്ത് ഞാൻ ഫ്ലവർ ഷേപ്പുള്ള സ്റ്റോണുകളാണ് കാണിച്ചു തരുന്നത്. പല ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ളത് ഞാൻ കുറച്ചൊക്കെ എടുത്ത് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. അടുത്ത് ഞാൻ കാണിക്കുന്നത് ഇത് പെറ്റൽസ് ആണ്. ഈ പെറ്റൽസ് അത്യാവശ്യം നല്ലതാണ്. ഞാനിവിടെ ഒരു ക്രീമായിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. ഒരു ഓറഞ്ച് അങ്ങനെ ഒരു കളർ വരുന്നതാണ്. ഇങ്ങനെ നമ്മൾ ബ്ലൗസിൽ വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തരുന്ന അതേ മോഡൽ അനുസരിച്ച്. അപ്പോൾ വേണ്ടവർ താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കുക. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസിനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കാതെ ഷെയർ ചെയ്യുക.